അതുകൂടി വണ്ടി വലത്തെ വഴിക്ക് തിരിച്ചു വിട്ടോ. ആ കൃഷ്ണൻ നായർ ബസ് സ്റ്റോപ്പിൽ നിൽപ്പുണ്ട്. കാറ് കണ്ടാ മതി, അപ്പൊ ലിഫ്റ്റ് ചോദിക്കും. സാറേ, ഈ കൃഷ്ണൻ നായരുടെ മരുമകനാ ഇവിടെ ചാർജ് എടുത്തിരിക്കുന്ന പുതിയ ആന്റി കറപ്ഷൻ CI. ആന്റി കറപ്ഷൻ CI ഇയാളുടെ മരുമകനാണോ? അതെ സാർ, സ്വന്തം മകളുടെ ഭർത്താവ്. നിർത്തടാ മാത്തുക്കുട്ടി വണ്ടി. വണ്ടി ബാക്കറ്റ് വരട്ടെ. ആ, അല്ല, ചേട്ടൻ എന്താ ഇവിടെ നിൽക്കണത്? വീട്ടിലേക്കുള്ള ബസ് എന്റെ കാറുള്ളപ്പോഴോ? ചേട്ടൻ വേണ്ട, എനിക്ക് ഇങ്ങോട്ടാണ് പോകേണ്ടത്. ഞങ്ങളും അങ്ങോട്ട് തന്നെയാ പോണത്. ഞാൻ ജീവിച്ചിട്ടുള്ള കാലം ചേട്ടൻ ബസ്സിൽ കയറാൻ ഞാൻ സമ്മതിക്കില്ല. വേണ്ട പത്രോസേ, വെറുതെ ബുദ്ധിമുട്ടുണ്ട്. സാറിനെന്താ ബുദ്ധിമുട്ട്? ചേട്ടൻ കയറിയേട്ടാ. ശരി ശരി. അല്ല ചേട്ടാ, ഇപ്പൊ എങ്ങോട്ടാണ് വിടേണ്ടത്? നിന്റെ അമ്മേരെ തന്നെ അതിന്റെ ഉള്ളിക്കാരനെ. ഇന്നലെയും കൂടി ഞാൻ ചേട്ടനെ സ്വപ്നത്തിൽ കണ്ടതാ. ഞാൻ അപ്പൊ വിചാരിച്ചൊന്ന് കാണുന്നുള്ളൂ. ഇതൊന്ന് പിടിച്ചേരി. എല്ലാം കിട്ടിയാ? എല്ലാം കിട്ടി. പക്ഷെ സാറ് പറഞ്ഞ മറ്റേ സ്പീഡിംഗ് ബോട്ടിൽ മാത്രം കിട്ടിയില്ല. അത് പോട്ടെ, മറ്റെല്ലാം കിട്ടില്ലോ? എല്ലാം കിട്ടി. അത് മതി. ബാക്കി കാശുണ്ട്. അത് നിന്റെ കയ്യിൽ വെച്ചോ, എനിക്ക് നിന്റെ വിശ്വാസം. വേണ്ടായിരുന്നു. പത്രോസേ, ഇതൊക്കെ എന്താ? ചേട്ടന്റെ മോള് പ്രസവിച്ചതല്ലേ? ഇതൊക്കെ എന്തിനാ പത്രോസേ? അവർക്ക് ചില പ്രസന്റേഷൻ. എന്തിനാ പത്രോസേ ഇത്രയും ബുദ്ധിമുട്ടുന്നത്? ഇതൊക്കെ എന്തിനാ? ഞാൻ എന്ത് ചെയ്യാനാ ചേട്ടാ? സ്നേഹമുള്ളവരെ കണ്ടാ പിന്നെ എന്തെങ്കിലും പ്രസന്റേഷൻ കൊടുക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ല. ചെറുപ്പത്തിലേ ഉള്ള ശീലമാണ്. എന്റെ മുതലാളിക്ക് തങ്കപ്പെട്ട മനസ്സാണ് കേട്ടാ. എന്നെ എനിക്കറിയണം, നീ എന്നെ പഠിപ്പിക്കണ്ട. പട്ടി പൗലോസ് ആരാണെന്നും അവൻ ആരാണെന്നും എനിക്കറിയാം. പൗലോസ് അല്ല, പത്രോസ്. ആ, പത്രോസ് രണ്ടടുത്തടുത്ത് തന്നെ. വിളിക്കണ ചെല്ലി ഇങ്ങോട്ട് മാറി ആകെ വൃത്തികേടാക്കിയല്ലേ. സാറേ, ഒരു ലാർജ് കൂടെ ഓർഡർ ചെയ്യട്ടെ? വേണ്ട വേണ്ട, ഇപ്പൊ തന്നെ ആള് ഫിറ്റാ. അല്ല സാർ, എനിക്കാ. ഒറ്റ അടി ഒന്നുണ്ടല്ലോ ഞാൻ. മാത്തുകുട്ടി, എന്റെ ഈ സാധനത്തിനടുത്ത് വണ്ടി കയറ്റ. അപ്പോഴേ സാറേ, നമുക്ക് പോകാം. നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് പോകാം. അതാണ് അതിന്റെ ഒരു അന്തസ്, അല്ലേ പൗലോസ്? പിന്നെയും പൗലോസ്. അതൊക്കെ ഇറങ്ങട്ടാ ചേട്ടാ. ഞാൻ വരട്ടെ പത്രോച്ച? ശരി ശരി ശരി. നീ നല്ലവനാണ്, പരിശുദ്ധൻ. ഞാൻ വരട്ടെ. ചെല്ല്. പത്രോച്ചിനോട് എനിക്ക് എങ്ങനെ നന്ദി പറയണോന്ന് അറിഞ്ഞുകൂടാ. എന്റെ പൊന്നു സ്റ്റഡിയാണ്. എന്നെ ആരും കണ്ടാ കുട്ടിച്ചിന് വിചാരിക്കില്ലേ? അങ്ങനെയൊന്നും ആരും വിചാരിക്കില്ല. ആ പത്ര വെച്ച് കുടിച്ചു പോണോട്ടാ. ഭാര്യ കാണേക്കാൾ പോവാടെ ഇവിടുന്ന്. ഞാനല്ലേ ഒരു മുണ്ട് ഇവിടെ ഇല്ലേ? വേണമെങ്കിൽ എടുത്തോ, നാണിക്കണ്ട. മാത്തൂട്ടി, നീ ദിവസവും രാത്രി നന്നായിട്ട് ഉറങ്ങാറുണ്ടോ? സാമാന്യം തെറ്റില്ലാതെ ഉറങ്ങാറുണ്ട് മുതലാളി. നീയോടാ? എനിക്ക് എവിടെയെങ്കിലും ഒന്ന് കിടന്നു കിട്ടിയാ മതി, അപ്പൊ ഉറങ്ങും. ഞാനാണെങ്കിൽ ഉറങ്ങിയിട്ട് 3-4 മാസങ്ങളായി. നിർത്ത്, വണ്ടി നിർത്ത്, പുറകോട്ടെടുക്ക. ആ നിർത്ത്. ആ എന്താ കാര്യം സാർ? കർത്താവേ, എന്തൊരു ഉറക്കം! ഇയാള് നന്നായിട്ട് ഉറങ്ങണം. എന്തൊരു കൊതുക്! ഇയാളും നന്നായിട്ട് ഉറങ്ങുന്നു. എടാ സുബ്രഹ്മണ്യം, AC ഉണ്ടോടാ ഇവിടെ? ഇല്ല. ഫാൻ ഉണ്ടോടാ മാത്തു? ഇല്ല. കിടക്കാനൊരു ഡെൻലപ്പ് മെത്തയോ മര്യാദയ്ക്ക് കൂരെങ്കിലും ഉണ്ടോടാ ഇവിടെ? അതും ഇല്ല സാർ. ഗുഡ് നൈറ്റോ ആമത്തിരിയോ അങ്ങനെ വല്ലതും ഉണ്ടോടാ?
ആമയുണ്ടാവും തിരിയുണ്ടാവൂല. തമാശ പറഞ്ഞാണ്, ക്ഷമിക്കണം. ഇതൊക്കെ ഇല്ലാഞ്ഞിട്ടും ഇവരെങ്ങനെയാടാ ഇവിടെ സുഖമായിട്ട് കിടന്നുറങ്ങണേ? എനിക്കിതൊക്കെ ഉണ്ട്. ഇഷ്ടം പോലെ പണമുണ്ട്, പവറുണ്ട്, മരുന്നുണ്ട്, ഈ മരുന്നും കഴിക്കുന്നുണ്ട്. എന്നിട്ട് എനിക്ക് എന്താടാ ഉറക്കം വരാത്തെ? അത് പിന്നെ ഓരോ സ്ഥലത്തിന്റെ വിശേഷമാണ് മുതലാളി. ചില സ്ഥലത്ത് കിടന്നാ എന്തൊക്കെ ഉണ്ടായാലും ശരി കിടന്നാ ഉറക്കം വരില്ല. ചില സ്ഥലത്ത് കിടന്നാ മതി അപ്പൊ ഉറക്കം വരും. അങ്ങനെയുള്ള സ്ഥലമാണോ ഇത്? എന്നാ ഒരു രാത്രി ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങട്ടെ. മുതലാളി, എന്തായി കാണിക്കുന്നത്? ഒന്ന് വിടറാ. ഒരു ദിവസം ഞാൻ സുഖമായിട്ടൊന്ന് കിടന്നുറങ്ങട്ടാ. കൊതിച്ചിട്ടാടാ ഞാനീ പറയണേ. ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങിട്ട് നാളെ കാലത്ത് വരാടാ. വിട്ടാനെ നീ എനിക്ക് വേണ്ടി ഒരു കാര്യം. മുതലാളിക്ക് വേണ്ടിട്ട് എന്ത് വേണമെങ്കിലും കാറിൽ വെള്ളരിപ്പുണ്ട്. വെള്ളം ഉണ്ടല്ലോ, എന്താണ് വേണ്ടത്? എനിക്ക് ആ തെണ്ടിയുള്ള സുഖമായിട്ടുള്ള ഉറക്കം കണ്ടിട്ട് അസൂയ തോന്നുന്നുണ്ടാ. ആ വെള്ളം എടുത്ത് അവരുടെ തലയിൽ കഴിക്കണം. അവർ ഉറക്കൊന്നും അവസാനിപ്പിക്കണം. എനിക്ക് ഉറങ്ങണം. ആരോട് ഉറങ്ങണ്ടാ? ഒരോടെ ഞാൻ ഉറങ്ങാൻ സമ്മതിക്കില്ല. എന്റെ കർത്താവേ. പത്രോസേ, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. നിങ്ങൾ വല്ലതും കേട്ടോ? ഇല്ല സാർ. അല്ലെങ്കിൽ തന്നെ ആവശ്യം പോലെ കുരിശുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇതും കൂടി ആയ എങ്ങനെയാ എന്റെ കർത്താവേ? സുബ്രഹ്മണ്യ, നീ വണ്ടി വിട്. മുതലാളി, ഇത് റൈറ്റ് ഹാൻഡ് ഡ്രൈവാ. അപ്പൊ വണ്ടി ഓടില്ലേ? വണ്ടി വിടാ. വണ്ടി ഓണത്തിന് 2 ദിവസം മുമ്പേ മോനെത്തണം. സ്വന്തം ആ ബാലനോ? ഒരു മിനിറ്റ്. വല്ല ഗേൾ ഫ്രണ്ടിന്റെ ആണോ? അതെ, വായിച്ചു. ഇത് വീട്ടിൽ നിന്നാണല്ലോടാ. വരവ് ചെലവിന്റെ കംപ്ലീറ്റ് കണക്കുണ്ടല്ലോ. വരവ് ചെലവ് കൃത്യമായിട്ട് എന്നെ അറിയിക്കണമെന്ന് അച്ഛന് നിർബന്ധം. ഇപ്പൊ നിനക്ക് ബോധ്യമായല്ലോ 1 മാസം എനിക്ക് എന്ത് കിട്ടുന്നുണ്ടെന്ന്. ഇനിയെങ്കിലും എന്നെ ചെറ്റേന്നും പിശുകനെന്നും വിളിക്കത്തില്ല. ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞതല്ലേ. നീ ഇവനെ അറിയൂ? എവിടെയോ കണ്ടിട്ടുള്ളത് പോലെ. ഈ സ്പെഷ്യൽ പ്രശാന്ത്, മൈ കസിൻ, ഒരു മെഡിക്കൽ റെപ്പാണ്. ഹലോ ഹലോ, പ്ലീസ്. ആ, എന്നാ നിന്റെ പ്രോഗ്രാം? ഒന്നുമില്ല, ഐ എം ഫ്രീ. നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങാം. വോയിസ് വാ. മിസ്റ്റർ ബെന്നി ഒന്ന് വേണമല്ലോ. ബെന്നി, ഒരു കോൾ ഉണ്ട്. ഹലോ, ബെന്നി ഹിയർ. ഞാൻ ആനി. ഇന്നലെ മിനിഞ്ഞാന്ന് വിളിച്ചിരുന്നു. ഓഫീസ് കാര്യമായിട്ട് തിരുവനന്തപുരം വരെ പോയിരുന്നു. ആ, ഇന്ന് വൈകിട്ട് കാണാം. ഞാനങ്ങ് വീട്ടിലോട്ട് വരാം. അയ്യോ, അത് വേണ്ട. പതിവായിട്ട് കാണുന്ന സ്ഥലത്ത് കാണാം. ആരോടായിട്ട് ചൊല്ലിക്കൊണ്ടിരിക്കുന്നേ? വല്ല എസ്റ്റുഡിയോ മറ്റോ ആണോ? ഒരു കൂട്ടുകാരി അമ്മച്ചി. എന്നാ ഞാൻ ഫോൺ വയ്ക്കട്ടെ രമേ? ആരാ വന്നത്? അമ്മച്ചിയാ? അതെ, വൈകിട്ട് കാണാം. വയ്ക്കട്ടെ. അവിടെ ഇരുന്ന് കഴിക്കും മാത്തുക്കുട്ടി. എന്റെ ഒരു ശുദ്ധതയ്ക്ക് അങ്ങനൊന്നും ഇല്ലെന്നേ. ഇരിക്കെ കൊറേ നേരം ആയോ? ഇരിക്കുന്നേ. ഈ വിരി വിരിച്ചേച്ചും വേണം ആഹാരം കഴിക്കാൻ. ഇല്ലെങ്കിലേ എച്ചിലൊക്കെ താഴെ പോകുന്നേ. കഴിക്കേ. നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ടോ കണ്ണി കണ്ടവനൊക്കെ ഡൈനിങ് ടേബിളിൽ എടുത്ത് ഭക്ഷണം കൊടുക്കരുതെന്ന്? മാത്തുക്കുട്ടി ചേട്ടൻ ഇതിനു മുമ്പും കഴിച്ചിട്ടുള്ളതല്ലേ. അതുകൊണ്ട് ഇരുന്ന ആളോട് എങ്ങനെ എണീക്കാൻ പറയാ? അയ്യ, അവിടെ ഒരു വിഷമം കണ്ടില്ലേ? എന്നാ മടിയിരുത്തി കൊടുക്കടി. കണ്ട അലവലാതുകൾക്കൊക്കെ ഇരുന്ന് തിന്നാൻ വേണ്ടിയല്ല എന്റെ കെട്ടിയോൻ ഡൈനിങ് ടേബിൾ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. മനസ്സിലായോടി? എന്തിനാ അമ്മച്ചി ഇങ്ങനെ ഒച്ച വെക്കുന്നത്? ആ പാവം ഡൈനിങ് ടേബിൾ ഇരുന്ന് കഴിച്ചതിന് ഇത്രയൊക്കെ പറയണോ? നീ ആരടി ചോദിക്കാൻ? എനിക്ക് ഇഷ്ടമില്ലാത്ത കണ്ട ആരായാലും ഞാൻ വെട്ടി തുറന്നു പറയും. എന്റെ കെട്ടിയോനായാലും ശരി. അവളൊരു പുണ്യാണത്തെ ചോദിക്കാൻ വന്നിരിക്കുന്നു. മാത്തുക്കുട്ടി ചേട്ടാ, എന്തിനാ മാത്തുക്കുട്ടി ചേട്ടാ ഈ ശകാരം കേട്ടുകൊണ്ട് ഇവിടെ അടിമയെ പോലെ ജോലി ചെയ്യുന്നത്? വയസ്സ് 19 കഴിഞ്ഞു മോളെ. ആരോഗ്യവും കുറഞ്ഞു തുടങ്ങി. ഞാൻ ഇനി വേറെ എവിടെ പോകാൻ? 3 പെമ്മക്കളുണ്ട് മോളെ, കെട്ടിച്ചയക്കാൻ. ശകാരമല്ല, അടിച്ചാ പോലും എനിക്ക് വേറൊരു വഴിയില്ല. മോളെന്തിനാണ് വിഷമിക്കണത്? ആദ്യമായിട്ടല്ലല്ല ഞാനിത് കേൾക്കുന്നത്. കേട്ട് ശീലമായി പോയി മോളെ. ഒരു ദിവസം കഴിഞ്ഞാൽ എല്ലാം മറക്കും. വാ അമ്മേ, ഞാൻ ഇറങ്ങട്ടെ. അടുത്ത വരവിനി എന്നാ മോനെ? ഇനി ഫൈനൽ എക്സാം കഴിഞ്ഞിട്ടുള്ളൂ. അമ്മയ്ക്ക് വന്നു ഒരു കാര്യം പറഞ്ഞു. നീ പുറത്തോട്ട് എന്തിനാ? എന്തെങ്കിലും ആട്ടെ, നീ പുറത്തോട്ടില്ലേ? എന്തിനാ പറയാം. നിനക്കൊന്ന് പുറത്തോട്ട് നിന്നാ ചെല്ലു മോളെ. ഇവളെ നമുക്ക് കെട്ടി ജയിക്കണ്ടേ? ആഹാ, ഇത് പറയാനാണോ നീ അവളോട് പോകാൻ പറഞ്ഞേ? ഞാൻ ചോദിച്ചാൽ നമ്മ ഉത്തരം പറ. അയക്കണം.
അച്ഛൻ ഏതോ ലോണിനൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അത് കിട്ടിയിട്ട് വേണം ആലോചിക്കാൻ. അമ്മേ, ഞാൻ ഒരു പയ്യനെ പരിചയപ്പെട്ടു. എനിക്കിഷ്ടപ്പെട്ടു. ഏതാ പയ്യൻ? എവിടത്തെയാ? അതൊക്കെ ഞാൻ വഴി അറിയിക്കാം. അമ്മ അച്ഛനോടൊന്ന് പറഞ്ഞേക്കാം. വരട്ടെ മേ. ചെന്ന ഉടനെ കത്തയക്കണേ മോനെ. ആ. കഴിഞ്ഞോ സ്വകാര്യം പറച്ചില്? ഓ പോട്ടെ മോളെ. ആ ദാ വരുന്നുണ്ട് കമ്പനി. നല്ല ശകുനമാ. പോവാണോ? പിന്നല്ലാതെ നാളെ ക്ലാസ് ഉള്ളതാ. പിന്നെ ഞാൻ ഇന്നലെ ബെന്നിയെ കണ്ടിരുന്നു. വിശേഷങ്ങളൊക്കെ അറിഞ്ഞു. എക്സാം കഴിഞ്ഞിട്ട് നമുക്ക് താർത്ത് കളാം. എനിക്ക് മനസ്സിലായി. ബെന്നിയെ കണ്ട കാര്യം ചേട്ടൻ ഇവിടെ പറഞ്ഞു. ചുമ്മാ ഇരിക്കട്ടെ. എന്താ ചേട്ടൻ രഹസ്യം പറഞ്ഞത്? അവൻ നിനക്കൊരു ചെറുക്കനെ കണ്ടുവച്ചിട്ടുണ്ടെന്ന്. അത്രേ ഉള്ളൂ. ഇതിലെന്ത് രഹസ്യമായിരിക്കുന്നു? എന്റെ കല്യാണക്കാരൻ ഞാൻ കേട്ടാൽ എന്താ? ഏതാമേ പയ്യൻ? എനിക്ക് അറിഞ്ഞുകൂടാ. വിവരത്തിന് കത്തയക്കാമെന്ന് പറഞ്ഞു. നിനക്ക് ഒരു നാണമില്ലേ? പയ്യൻ ഏതാന്നൊക്കെ അമ്മയോടാ ചോദിക്കുന്നത്. ചോദിച്ചാൽ എന്താ കുഴപ്പം? നിന്നെ സമ്മതിച്ചു. നിന്റെ സംസാരം കേട്ടിട്ട് എനിക്ക് പേടിയായത്. ഇതിൽ പേടിക്കാൻ എന്തിരിക്കുന്നു? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ ബെന്നിയെ സ്നേഹിക്കുന്നു എന്നുള്ളത് സത്യമാണോ? നിന്റെ അപ്പച്ചനും അമ്മച്ചിയും അതിന് സമ്മതിക്കോ? എനിക്കറിഞ്ഞൂടാ. സമ്മതിക്കില്ല, എനിക്കറിയാം. അപ്പൊ നീ ഇങ്ങനെ പേടിച്ചു വരച്ച വീട്ടുകാരെ എതിർത്ത് എങ്ങനെ ബെന്നി വിവാഹം കഴിക്കും? നീ എന്തിനാ ഇതൊക്കെ ഇപ്പൊ പറയുന്നത്?